ഈ ബ്രിട്ടനിൽ ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുന്നു എന്ന് കുറേ കാലമായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വിചിത്രമായൊരു കാര്യം മാഞ്ചസ്റ്ററിൽ നിന്നുള്ളൊരു വാർത്തയാണ്. മാഞ്ചസ്റ്ററിൽ ബ്രിട്ടീഷുകാരെല്ലാം നായകളെ വളർത്തുന്നവരാണ്. നായകളുമായി നിങ്ങൾ പുറത്തിറങ്ങരുത്. അത് പറയുന്ന പബ്ലിക് പ്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ലഘുലകൾ അടിച്ചിറക്കി എല്ലായിടത്തും വിതരണം ചെയ്തിരിക്കുക. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് നായകളുമായി പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ പട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ നിങ്ങളതിനെ പെരക്കകത്ത് വളർത്തണം, റോഡിൽ ഇറക്കരുത്. ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ ശരിയ നിയമത്തെ അപകീർത്തിപ്പെടുത്തലാണെന്ന് ഫത്വ ഇറക്കുന്നത് പോലെ നോട്ടീസ് അടിച്ച് എല്ലാ ബ്രിട്ടീഷുകാരൻ്റെയും മാഞ്ചസ്റ്ററിലെ വീടുകളിൽ വിതരണം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്. അതെ അതെ. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ടോളറൻറ്റ്, ഏറ്റവും ഡെമോക്രാറ്റിക്, അതേപോലെ തന്നെ റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ ഇംഗ്ലണ്ടിനെ പറയാം. മറ്റ് പല യൂറോപ്യൻ കൺട്രീസിലും, ഫോർ എക്സാമ്പിൾ പോളണ്ട്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഹോളണ്ട് മുതലായ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ ഇങ്ങനെ അഭയാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ട് വരുന്നവരോട് വളരെ ഇൻടോളറൻ്റ് ആറ്റിറ്റ്യൂഡായിട്ടുണ്ട്. പല രാജ്യങ്ങളിലും കയറ്റുന്നില്ല. നോർവേയിലൊക്കെ അവിടെ കയറി വന്നിരിക്കുന്നവരെ പുറത്ത് കളയുന്നൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്വർഗ്ഗമാണ് ഇംഗ്ലണ്ട് ഒരു കണക്കിന് തോന്നുന്നത്. വേറെ യാതൊരു തരത്തിലുള്ള ഇൻടോളറൻസും ഇല്ല. അത് റിലീജിയസോ പൊളിറ്റിക്കലോ മാറ്റേഴ്സിൽ ഇൻടോളറൻസ് ഇല്ല. പക്ഷേ ഓഫ് ലേറ്റ് ഈയിടെയായിട്ട് അതിലൊക്കെ കുറേ വ്യത്യാസം വന്നു തുടങ്ങി. ആൾക്കാരല്പം ഇൻടോളറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ വരുന്ന ആൾക്കാരുടെ ഗുണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റേ ഫ്രഞ്ച് ചാനൽ കടന്ന് ഇങ്ങോട്ട് ഇംഗ്ലണ്ടിലേക്ക് വരുന്ന ആൾക്കാരെ തടയണം, ഇനി ഇങ്ങോട്ട് കടത്തി വിടണ്ട എന്ന് ഉള്ളൊരു തീരുമാനത്തിലൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തീരുമാനം എത്തിയിട്ടുണ്ടോ? തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിയമമായിട്ടില്ല. പക്ഷേ പക്ഷേ ബ്രിട്ടീഷ് പീപ്പിൾ ആർ വെരി ബ്രോഡ് മൈൻഡഡ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല അവർ. ബി ബ്രോഡ് മൈൻഡഡ്. പക്ഷേ അവർക്ക് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെയധികം മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും മോശമായിട്ട് ഉണ്ടായത് പോർട്ട്മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്, ലിവർപൂളിൽ. അവിടെ യോഗ അതേപോലെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു, ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് അത് പഠിപ്പിക്കുന്ന ടീച്ചറിനെയും 11 കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിലുള്ള ആൾക്കാരെയും കുത്തി കുറേ പേര് മരിച്ചതിൽ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ദർ വാസ് എ റയറ്റ് ലൈക്ക് സിറ്റുവേഷൻ. അത് നമുക്ക് ഇംഗ്ലണ്ടിലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. ഇന്ത്യയിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്, അത് വേറെ. പക്ഷേ അങ്ങനെ ഇംഗ്ലണ്ടിൽ അങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആൾക്കാർക്ക് ഇത് ഇനഫ് ഈസ് ഇനഫ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ആൾക്കാർ മാറാൻ തുടങ്ങി. പക്ഷേ അത് തുടക്കത്തിൽ ഈ സംഭവം, ഈ സ്കൂളിൽ കയറി വിദ്യാർത്ഥികളെയൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ഒരു മുസ്ലിം ആണെന്ന പേരിലാണ് ബ്രിട്ടനിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ രംഗത്തിറങ്ങി ഒരു കലാപം ഉണ്ടായത്. വലിയ തീവയ്പ്പുകൾ, കൊള്ളകൾ, മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണമൊക്കെ ഉണ്ടായി. അത് വലിയ വാർത്തയായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും വാർത്തയായില്ല. പക്ഷേ എന്നാൽ പോലും ചെറിയ വാർത്തകൾ നമ്മളൊക്കെ അറിയുന്നു, ലോകരാഷ്ട്രീയം നോക്കുന്ന നമുക്കൊക്കെ അറിയാം. പക്ഷെ പിന്നീട് അത് പറഞ്ഞു കേട്ടു, അത് ഈ അറസ്റ്റിലായ പ്രതി മുസ്ലിം ആയിരുന്നില്ല എന്നൊരു വാർത്ത. അയാൾ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബ്രിട്ടീഷുകാരൻ തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാണ് അവിടെ വന്നത്. ഇയാൾ മുസ്ലിമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് വന്നത്. ഒരു ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അതിന് പറ്റിയ സാഹചര്യം അതിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും ബ്രിട്ടനിൽ ഈ പറഞ്ഞ മുസ്ലിം ഭയം, മുസ്ലിം അധിനിവേശം അല്ലെങ്കിൽ മുസ്ലിമുകളോട് പേടി ബ്രിട്ടീഷുകാരനെ പിടികൂടിയിട്ടുണ്ട്. അത് ബാക്കി എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ആയി. ബ്രിട്ടീഷുകാരാണ് ഏറ്റവും ടോളറൻ്റ് ആയിട്ടുള്ളതും, അതേപോലെ ഇവരെയൊക്കെ വളരെ ജനറസായിട്ട് അക്സെപ്റ്റ് ചെയ്യും ഈ ബ്രിട്ടീഷ്. ശരിക്കും സാർ എങ്ങനെയാണ് ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ ഒരു അധീശത്വം നിലനിൽക്കുന്ന ഒരു രാജ്യം, ബ്രിട്ടീഷ് രാജ്ഞി, അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കളിത്തൊട്ടിൽ പോലെ കാണുന്ന ഒരു രാജ്യമാണ്. ബൈബിള് തൊട്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതൊക്കെയുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഇത്രമാത്രം മുസ്ലിം അധിനിവേശം ഉണ്ടായത്? എങ്ങനെയാണ്? അല്ല, എല്ലാ രാജ്യങ്ങളിലേക്കും അവിടേക്ക് കയറി വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ പാകിസ്ഥാനൊക്കെ പണ്ടേ ഒരു കോളനി ആയിരുന്നല്ലോ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നേരത്തെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ ഈ ഇറാഖ്, സിറിയ എന്നൊക്കെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ കുറേ പേര് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കയറി അങ്ങനെ പറ്റാനായിട്ട് അല്പം കൂടി ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ജനറസ് ആയിട്ട്, ടോളറൻ്റ് ആയിട്ട്, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇവരെല്ലാം ഈ ഇംഗ്ലീഷ് ചാനൽ കടന്നങ്ങോട്ട് വേഗം കയറി വരാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ബോട്ടിലോ എന്തിലെങ്കിലുമൊക്കെ കയറിയിട്ടായിരിക്കും വരുന്നത്. അവിടെ വന്ന് മുങ്ങാൻ പോണ കണ്ടു കഴിയുമ്പോൾ അവർ എന്തെങ്കിലും ആവട്ടെ എന്നും വിചാരിച്ച് പിടിച്ച് കയറ്റും.
അങ്ങനെ ഈ രാജ്യത്തേക്ക് മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് ബോട്ടിൽ വരുന്ന ആൾക്കാർ, ഇംഗ്ലീഷ് ചാനൽ കടന്നു വരുന്ന ആൾക്കാർ എങ്ങനെയോ കുറേ പേരെയൊക്കെ പണ്ടേ കയറ്റിയായിരുന്നു. വരുമ്പോഴൊക്കെ സന്തോഷമാണ്, വന്നു കഴിയുമ്പോൾ പിന്നെ അവർ ഈ റിലീജിയസ് മാറ്റേഴ്സിൽ പരിധി വിട്ട് ഇടപെടാൻ തുടങ്ങി. ആദ്യമൊക്കെ ബ്രിട്ടീഷുകാർ അവർ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇപ്പോൾ അവരുടെയും ടോളറൻസ് ലെവൽ അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലായി കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് ലോകം മുഴുവൻ കീഴടക്കിയിരുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ. ഇപ്പോൾ ബ്രിട്ടീഷുകാരന് സ്വന്തം രാജ്യം കയ്യിൽ നിന്ന് പോകുന്ന സ്ഥിതിയായി. അല്ല, അന്ന് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇന്നിപ്പോൾ ഈ ഒരു ഡെമോക്രസിയുടെ ശക്തിയാണ് കൂടുതൽ പ്രയോഗിക്കുന്നത്. ഈ ഡെമോക്രസിയും റൂൾ ഓഫ് ലോയും ടോളറൻസും ഒക്കെ അപ്ഹോൾഡ് ചെയ്യുന്നൊരു ജനതയായിട്ട് മാറിയത്. അതിലാണ് അവർക്ക് കൂടുതൽ വിശ്വാസം, അഭിമാനവും. പക്ഷേ ആ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം കയ്യിൽ നിന്ന് പോകും, രാജ്യത്തിന് പ്രശ്നമുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ടിൽ സാദിഖ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാകിസ്ഥാനി ഒറിജിനുള്ള ആളാണ്. പിന്നെ ക്യാംഡൻ, ഓക്സ്ഫോർഡ്, മാഞ്ചസ്റ്റർ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഈ മുസ്ലിം ആൾക്കാരാണ് അവിടത്തേക്ക് മേയർ. ഒരുപാട് മേയർമാരുണ്ട് ഇങ്ങനെ പാകിസ്ഥാനി ഒറിജിനുള്ളതും അല്ലെങ്കിൽ മറ്റുള്ള അതേപോലത്തെ രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്നവരും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി പതുക്കെ ബ്രിട്ടൻ മാറുകയാണോ? അല്ല, അങ്ങനെയൊന്നും പെട്ടെന്നാകുമായിരിക്കില്ല. കാരണം പക്ഷേ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് ചാനൽ കടന്ന് പെട്ടെന്ന് ബോട്ടിൽ വരുന്നവരെല്ലാവരും ഇങ്ങനെ സ്വീകരിച്ച് അവർക്ക് അവിടെ അഭയം നൽകി. ഇപ്പം അത് അവർക്ക് അത് കാര്യം ഈ പോർട്ട്മൗത്തിൽ കൊലപാതകം നടത്തിയ ആൾ മുസ്ലിം അല്ല. പക്ഷേ ഇത് കേട്ടപാട് ഇങ്ങനെ ഒരു സംശയം തോന്നണമെങ്കിൽ അവിടുത്തെ മൈൻഡ് സെറ്റ് ബ്രിട്ടീഷുകാരുടെ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ല, ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നില്ലേ, സ്ഫോടനം നടന്ന് പ്രതി ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ, ഞാൻ അത് സംബന്ധിച്ചുള്ള ചാനൽ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പേര് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം വിഷയങ്ങൾ സംസാരിക്കുന്ന അതിപ്രശസ്തനായ ഒരാൾ ചാനൽ ചർച്ച പറയുകയാണ്, ആ പ്രതിയെ പിടിക്കും വരെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ ഭയമായിരുന്നു. എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആരും ഭയപ്പെട്ടില്ല, മുസ്ലിങ്ങൾ മാത്രം എന്താ ഭയപ്പെടുന്നത്? അതെ, അത് മാത്രമല്ല, അത് യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞൊരു. അതെ, ഇപ്പം ഞാൻ ഓർക്കുന്നത് ഒരാൾ ഒരിടത്ത് പോക്കറ്റടി കടന്നു. ഒരു വീട്ടിലെ ഒരമ്മയ്ക്ക് മാത്രം എൻ്റെ മകനാവല്ലേ എന്ന് ഭയം തോന്നി എന്ന് പറഞ്ഞാൽ മകൻ പോക്കറ്റടിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ടല്ലേ ഈ അമ്മയ്ക്ക് പേടി വരുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, അതൊരു മുസ്ലിം ചെറുപ്പക്കാരനാവരുതേ എന്ന് മുസ്ലിങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് ഈ മഹാൻ പറയുമ്പോൾ അതിനർത്ഥം മുസ്ലിങ്ങളാണ് സാധാരണ ബോംബ് വയ്ക്കുന്നത് എന്നൊരു അറിയാതെ സമ്മതിച്ചു കൊടുക്കലാണ്. ഒരു ഇംപ്രഷന്റെ പ്രശ്നമുണ്ട്. അത് പറയുന്നത് ഒരു ഇസ്ലാം പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിമിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. എത്ര വലിയ വിഡിത്തമാണ് അത്. ടി വിയിലൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ചില സൂചനകളുണ്ട്. അതെ, റിപ്പോർട്ടർ ചാനലൊക്കെ ഭയങ്കരമായിട്ട് മുസ്ലിമുകളാണ് എന്ന് പറഞ്ഞ് നികേഷ് കുമാർ ആയിരുന്നു അന്ന് വലിയ വാർത്ത കൊടുത്തത്. അതെ, അപ്പോൾ അതേസമയം യഹോവ സാക്ഷികളാണ് അത് ചെയ്തത്. യഹോവ സാക്ഷികളാണ് ചെയ്തതെന്ന് ക്രിസ്ത്യൻസ് ആരും മറച്ചു വയ്ക്കണമില്ല. അത് തന്നെയല്ല, ക്രിസ്ത്യൻസ് ആരും അതിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് ആൾക്ക് വലിയ ഭീഷണിയില്ല. കാരണം അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കുന്നു. പക്ഷേ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കൂല, ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു ചെയിനിന്റെ ഭാഗമായി കരുതുന്നു. അതെ, ഇതിപ്പോൾ യഹോവ സാക്ഷികളുടെ ഒരു സംഭവം നടന്നു, അതോടുകൂടി തീർന്നു. വേറെ അതിൻ്റെ സീരിയൽ തുടർച്ചയായിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല, ഞാനന്ന് ഭയപ്പെട്ടിരുന്നത് നാളെ ക്രിസ്ത്യൻസിന് പുറത്തിറങ്ങാൻ പ്രയാസമാകും എന്നൊരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻസൊക്കെ നല്ല ഞെളിഞ്ഞാ നടക്കണം. ഈ സംഭവം കേട്ടിട്ട് നന്നായിട്ട് ഞെളിഞ്ഞു, 1 ഇഞ്ച് പൊക്കം കൂടിയ പോലെ അവർ നടക്കുന്നത്. ദേ ആർ നോട്ട് ബോധേഡ് അറ്റ് ഓൾ. അപ്പം അങ്ങനെ ബോധേഡ് ആകാതിരിക്കാൻ എല്ലാവർക്കും കഴിയണം. അങ്ങനെ ഒരു ഇംപ്രഷൻ. അല്ലാതെ ഒരു സംഭവം ഉണ്ട്, അയ്യോ നമ്മുടെ കൂട്ടത്തിൽ ആവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു സമുദായം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പം ഈ ഇംഗ്ലണ്ടിലും ഇതേപോലെ തന്നെ ഇങ്ങനെ അവിടെ അല്ല, അതുകൊണ്ടാണ് ഒരു കൊലപാതകം നടന്നപ്പോൾ ഉടനെ മുസ്ലിങ്ങളാണെന്ന് ഇംഗ്ലീഷുകാർ കരുതി. അത് മാത്രമല്ല, അവിടെ ടോട്ടനാം ഹോളിഡേ ഇൻ എന്ന് പറയുന്ന സ്ഥലത്ത് കുടിയേറ്റക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ മുഴുവനും ഒരു കയറി പെരുമാറി എന്നുള്ളതാണ് ഈ സമരക്കാർ. പിന്നെ മോസ്കുകൾ, ഇമിഗ്രേഷൻ സെൻറ്റർ, മാത്രമല്ല ഇമിഗ്രേഷൻ്റെ സോളിസിറ്റർ ഓഫീസുകളുണ്ട്. അവർ കാരണമുള്ള പറഞ്ഞതെന്ന് പറഞ്ഞ് ഇത് ഇവിടെയൊക്കെയായിരുന്നു ആക്രമണം നടന്നത്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടന്നതിൽ മുസ്ലിമിന് പങ്കില്ല, ഇന്നസെൻ്റ് ആണെന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് നടന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഒരു ചെറിയ ഇൻടോളറൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാര്യം. ഇംഗ്ലീഷുകാരും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നവരല്ലേ. അതെ. പക്ഷേ അവരതൊന്നും തുടക്കത്തിൽ വുഡൻറ്റ് കെയർ അബൌട്ട് ദാറ്റ്. അങ്ങനെ ഒരു പക്ഷേ അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചർച്ചിന് ഇംഗ്ലീഷുകാർക്കിടയിലുള്ള സ്വാധീനം വല്ലാതെ കുറയുന്നുണ്ട്. സ്വാധീനം കുറഞ്ഞു. പക്ഷേ പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു നേച്ചർ പൊതുവിൽ
ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ വലിയ ഒരു അക്രമം അവർ കാണിച്ചെന്ന് പറയാൻ പറ്റും. ഓക്കെ, ജാലിയൻ വാലാബാഗ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അവിടെയും അവർ അല്ല, ഗോവയിലെ ഹിന്ദു പീഡനമൊക്കെ നടത്തിയത് ബ്രിട്ടീഷുകാരല്ല, അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കുറേ കൂടി അവരാണല്ലോ ഈ കുഞ്ഞാലിമരക്കാരൊക്കെയായിട്ട് ഡീൽ. അതെ അതെ അതെ, ആ ഡീലിംഗ് വേറെ കേട്ടോ, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. പക്ഷേ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ അങ്ങനെ മതത്തിന്റെ പേരിൽ വലിയ അക്രമം നടത്തില്ല. അത് മാത്രമല്ല, ദേ ഓൾവേസ് അപ്ഹോൾഡ് ദി റൂൾ ഓഫ് ലോ. നിയമവാഴ്ചയിൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. അതിപ്പോൾ ജാലിയൻ വാലാബാഗിൽ ഇന്ത്യൻസ് കൊല്ലപ്പെട്ടു. വേറെ ഏതെങ്കിലും രാജ്യത്തെ ആളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം പരിഗണിച്ചാണ് ഫയറിങ് നടന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നേനെ മറ്റു രാജ്യങ്ങളായിരുന്നെങ്കിൽ. പക്ഷേ ആ ഡയർ എന്ന് പറയുന്ന ആളാണ് ഫയറിങ്ങിന് ഓർഡർ കൊടുത്തത്. അയാൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബ്രിട്ടനിൽ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്തു, അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷകൾ കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ഞങ്ങളുടെ ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യക്കാരെ കൊല്ലുന്നതിന് നമുക്ക് എന്താണെന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല. ലോ ടുക്ക് ഇറ്റ്സ് ഓൺ റൂത്ത്ലെസ് കോഴ്സ്. നിയമത്തിൻ്റെ വഴിക്ക് പോയി. അതാണ് ബ്രിട്ടീഷുകാരുടെ നേച്ചർ. പിന്നെ അന്നത്തെ കാലത്ത് ഒരു സൈറ്റ് ഗൈസ്റ്റ് എന്ന് പറയും, അതായത് വിശ്വവീക്ഷണം. അത് അന്നത്തെ ഇങ്ങനെയായിരുന്നു, കോളനികൾ സ്ഥാപിക്കാൻ പരമാവധി സമ്പത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അതെ, അന്നത്തെ മര്യാദ അതായിരുന്നു. അതെ, ജനങ്ങൾ അടിമത്തം പോലും ഒരു കാലത്ത് വലിയ നോബിൾ പ്രൊഫഷനായിരുന്നു അടിമക്കച്ചവടം. അപ്പം അന്നത്തെ കാലത്താണ് അവരതൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവരത് ദുഷ്ടന്മാരായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോടായാലും മഹാത്മാഗാന്ധിയോടെ ആയാലും പറയത്തക്ക, ബാക്കിയുള്ളവരാണെങ്കിൽ തോക്കൊക്കെ എടുക്കില്ലേ എതിരാളി. മഹാത്മാഗാന്ധിയുടെ അടുത്തപ്പോഴെങ്കിലും തോക്ക് കാണിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അവർ നിയമവാഴ്ചയിലും മഹാമനസ്കതയിലും ഒക്കെ വിശ്വസിക്കുന്നവരുമാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, അവർ ഇന്ത്യ ഭരിച്ചു പോയി. ഇന്ത്യയിലെ 50% ഓഫ് ദി റെയിൽവേ ബ്രിഡ്ജസ് ആർ ബിൽറ്റ് ബൈ ദി ബ്രിട്ടീഷ്. അല്ല, നമ്മുടെ നാട്ടുകാരെ സഹായിക്കാനൊന്നുമില്ല. അല്ല, ഒരിക്കലും അല്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ പാലത്തുമ്മേക്കോടെയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പം പാലാരിവട്ടം പാലത്തുമ്മേക്കോടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈയിടെ പറ്റ്നയിൽ എല്ലാ മാസവും ഓരോ പാലം ഇത് കുറേ സ്ഥലം ഇടിഞ്ഞു വീഴുന്നുണ്ട്. ബ്രിട്ടീഷുകാർ പണിത് പോയ പാലം എന്ന് പറഞ്ഞാൽ 3/4 നൂറ്റാണ്ടോ അല്ലെങ്കിൽ 1 നൂറ്റാണ്ട് പ്രായമുള്ളതാണ്. ആ പ്രായമുള്ള പാലത്തുമ്മേക്കോടെ ഇപ്പോഴും അന്നത്തെ ടൈപ്പ് ട്രെയിനല്ല ഇപ്പോൾ ഉള്ളത്. ആ ട്രെയിനുകൾ സുരക്ഷിതമായിട്ട് കടന്നു പോകണില്ല, ആർക്കും ഒരു പേടിയില്ലല്ലോ. അപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു മര്യാദ എല്ലാ രീതിയിലും പാലിക്കുന്നതാണ്. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയില്ല, ചിലപ്പോൾ ഇംഗ്ലീഷുകാരോട് വല്ലാതെ അവരെ പ്രൈസ് ചെയ്യാണ്. ബ്രിട്ടീഷ് ഭരണം നന്നായിരുന്നു പറഞ്ഞ് വ്യാഖ്യാനിക്കപ്പെടാം. അതല്ല, നമ്മൾ അതിനകത്ത് ഡീമെറിറ്റ്സും കാണണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടക്കി ഭരിച്ചു, ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചു, നമ്മുടെ രാജ്യങ്ങളെ തമ്മിത്തല്ലിച്ചു എന്നൊക്കെ നമുക്കറിയാം. അത് ലൂട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നവരാണ്, അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി. അവർ കൊള്ളയടിച്ച്, അത് കൊള്ളയടിക്കൽ അന്നത്തെ ഏറ്റവും വലിയ മര്യാദയായിരുന്നു. അതെ, അന്നത്തെ വർച്ചു അതായിരുന്നു. അതായിരുന്നു ജനങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷേ ഓൾ സെഡ് ആൻഡ് ഡൺ, ഇന്ത്യക്ക് ലാഭമാണോ നഷ്ടമാണോ അതുകൊണ്ട് ഉണ്ടായേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ കാണുന്ന ഒരു കാര്യം, ഒരു ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ടായിരിക്കാം, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയും സർവ്വവ്യാപകമായിട്ട് ഇന്ത്യയിലുള്ളത് ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ടാണ്. ആ ഇംഗ്ലീഷ് വെച്ചിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇംഗ്ലീഷ് ഇല്ലായിരുന്നു, ഇവിടെ നിന്ന് നേഴ്സിങ്ങോ എഞ്ചിനീയറിങ്ങോ ഒക്കെ പാസ്സായിട്ട് ആരും കേരളത്തിൽ നിന്ന് പുറത്ത് പോകില്ലായിരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ അതെ. അപ്പോൾ ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഈ ലോകമുള്ള കാലത്തോളം ഇംഗ്ലീഷ് ഉണ്ടാവും. നമ്മുടെ കൽക്കരി കട്ടുകൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ കോട്ടൺ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. കോട്ടണൊക്കെ തീർന്നാണല്ലേ, കൽക്കരിയും കത്തിച്ച് പുകയായി കാണുമല്ലേ. ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതുപയോഗിച്ചിട്ടാണ് നമ്മുടെ മലയാളികളുടെ ഇന്നത്തെ നിലനിൽപ്പ്. നമ്മളൊക്കെ പുറത്തേക്ക് പോകുന്നവരാണ്, അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഏതായാലും നമുക്കിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, അപ്പോൾ ബ്രിട്ടനിൽ സ്ഥിതി വല്ലാതെ മോശമാണ്. ബ്രിട്ടീഷുകാരന് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നായ വളർത്തുന്ന പട്ടിയെ കൊണ്ട് പുറത്തിറങ്ങുന്നത് വരെ എവിടെ മാഞ്ചസ്റ്റർ പോലെയുള്ള സ്ഥലത്ത് വിലക്ക് വരുന്നു. അതെ, ഇങ്ങനെ കുറേ പേര് പോയേ. ഈ പോകുന്ന എല്ലാവരും അങ്ങനത്തെ ആയിരിക്കില്ല, പക്ഷേ കുറച്ച് പേര് ഇങ്ങനത്തെ ഉണ്ടായാൽ മതി, മൊത്തം ആ കമ്മ്യൂണിറ്റിക്ക് ചിത്തപ്പേര് വരും. ഒന്നിപ്പോൾ ഈ പട്ടിയുടെ അല്ലെങ്കിൽ നായയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ചില യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ട് റോട്ടിൽ നിന്ന് നമാസ് നടത്തുന്നതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ആൾക്കാർക്ക് അവിടെ പോകണ്ട സാർ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി, DYFIക്കാർ ഒരു പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയിട്ട് പണം സമാഹരണം ചെയ്തു. ആ പണം വയനാട്ടിൽ കൊടുക്കാൻ പോവുക. ഉടനെ ഒരു വിദ്വാൻ, അയാളുടെ പേര് പോലും പറയാൻ എനിക്ക് പുച്ഛം തോന്നുന്നു, അയാൾ വന്നിട്ട് പറയുകയാണ്, ആ പണം പറ്റത്തില്ല, അവിടെ മരിച്ചത് കൂടുതലും മുസ്ലിങ്ങളാണ്, അവർക്ക് ഹറാമായ ഒരു സാധനം വിറ്റ് കിട്ടുന്ന കാശ് തരാൻ പറ്റും, ഇവരെയൊക്കെ തെരണ്ടി വാലിനടിക്കാൻ ഈ നാട്ടിൽ ആളില്ല എന്നുള്ളതാണ്. അത്ര കേരളം ഇപ്പോൾ എന്തിനു ബ്രിട്ടനിലേക്ക് പോകുന്നു? കേരളത്തിൽ DYFIക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അവരെ സംബന്ധിച്ച് അവർ ബീഫ് വിറ്റാൽ ഈ പറഞ്ഞ മഹാന് ഒരു കുഴപ്പമില്ലായിരുന്നു. പോർക്ക് വിറ്റ് അതിൻ്റെ പണം കൊണ്ട്
അവിടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇയാൾ ഈ വൃത്തികെട്ടവൻ പറയുകയാണ് അത് ഞങ്ങൾ അവിടെ മരിച്ചതിൽ കൂടുതൽ മുസ്ലിങ്ങളാണെന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത് അതെ അതെ DYFI ബീഫ് സ്പെഷ്യലിസ്റ്റ് ആണ് അതെ അതെ ഈ പ്രശ്നത്തിൽ. അല്ല എന്നാൽ പോലും അവിടെ ഇപ്പം നമ്മൾ അവിടെ മരിച്ചത് ഇതുവരെ ആരും കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. മരിച്ചത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം എന്ന് കൂട്ടിയിട്ടില്ല. ഈ വിദ്വാൻ കണക്കെടുത്തിട്ട് പറയുക കൂടുതലും മരിച്ചത് മുസ്ലിംസാണ്, അതുകൊണ്ട് DYFI കാരങ്ങൾ ചെയ്യുന്നത് പോക്രിത്തരമാണ്, ആ പൈസ കൊണ്ട് അറാമായ പൈസ ഞങ്ങൾ അവിടെ കൊടുക്കുന്നത് ശരിയല്ല. ഇതെന്തൊരു രാജ്യമാണ്, എന്തൊരു കേരളമാണിത്. അപ്പോൾ പിന്നെ നമ്മൾ ബ്രിട്ടനിൽ നോക്കി ബ്രിട്ടീഷുകാരനോട് പട്ടിയായിട്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ഏതായാലും ഇതൊക്കെ ആളുകൾ കാണട്ടെ. പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞ പോർക്ക് വിറ്റ് കിട്ടിയ കാശ് കൂടുതൽ മുസ്ലിംസാണ് മരിച്ചത് കൊണ്ട് അങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നമ്മുടെ ചാനലിലൊന്നും വാർത്തയും ചർച്ചയൊന്നുമില്ല. ഏതായാലും നമുക്ക് ബ്രിട്ടനിൽ പട്ടിക്ക് വിലക്ക് എന്നുള്ളത് അവരുടെ ബ്രിട്ടീഷുകാരൻ്റെ കണ്ണ് തുറപ്പിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.